നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന അതിഥി ഒരു വ്യത്യസ്തനായിരിക്കും. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മുന്നേയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വ്യത്യസ്തനെ തേടി ഞങ്ങൾ രാവിലെ യാത്ര ആരംഭിച്ചു. ഇപ്പോ എന്തായാലും ഞങ്ങൾക്ക് സ്നേക് മാസ്റ്റർ ടീമിന് മനസ്സമാധാനത്തിന് വേണ്ടി ഒരു കോള് വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയില് തെന്മല എന്ന് പറയുന്ന സ്ഥലത്ത് തെന്മല ഫോറസ്റ്റ് ഡിവിഷൻ അടുത്ത് ഒരു ബാത്റൂമിൽ ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടു, എന്താണ് സാറേ അത്, അദ്ദേഹം എന്താണ് വ്യത്യസ്തനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കുഞ്ഞൻ രാജവെമ്പാല അഥവാ കിങ് കോബ്ര അഥവാ കരിഞ്ചാത്തി അഥവാ കൃഷ്ണ സർപ്പം ആണ് സുരേഷ്, എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മുടെ പ്രേക്ഷകർക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ എന്തായാലും ഈ അതിഥി അല്ലെങ്കിൽ ആ അതിഥി ഇരിക്കുന്ന നമ്മുടെ വ്യത്യസ്തനായ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാത്രയാവും. എന്തായാലും നമ്മുടെ യാത്ര, സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇപ്പോൾ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ച അതേ വീട്ടിൽ തന്നെ എരുത്തിനകത്തൊരു രാജവെമ്പലെ നമ്മൾ പിടികൂടിയിരുന്നു, വലിയ രാജവെമ്പലെ. ഇപ്പോൾ അതുപോലെ അതേ വീട്ടിൽ തന്നെ ബാത്റൂമിനകത്ത് ഒരു കുഞ്ഞൻ അതിഥി വന്ന് പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തായാലും 2 മണിക്കൂറായി അവർ നമ്മളെ വിളിച്ചിട്ട് നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി നമുക്ക് ഒരു അല്പം നടക്കണം. നമുക്ക് നോക്കാം അതിനകത്തിരിക്കുന്ന അതിഥിയാണ്, വലിയ ആളാണോ ചെറിയ ആളാണോ, അതെ നമ്മളിതിന് മുന്നേ കണ്ട് പരിചയപ്പെട്ട അതിഥിയുടെ വ്യത്യസ്തനാണോ നമുക്ക് അതേ വീട്ടിൽ തന്നെ അതിന്റെ പടിഞ്ഞാറ് വശത്ത് ബാത്റൂമിനകത്തൊരു കുഞ്ഞൻ അതിഥി നമുക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞൻ രാജവെമ്പല ഇങ്ങനെ 10 എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ എനിക്ക് ഇത്രയും കുഞ്ഞൻ അതിഥികളെ ഇതുവരെ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഇത് കിട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് എടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ പിടിക്കുന്ന 94ാമത്തെ രാജവെമ്പല, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞ് രാജവെമ്പല. എന്തായാലും നമുക്ക് കാണുന്നതിനേക്കാളും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നതിനേക്കാളും ഇവിടെ ഒരുപാട് നാട്ടുകാർ ഇതിനൊക്കെ മൊബൈലുമായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരെ ഇദ്ദേഹത്തിന് എടുത്ത് പുറത്ത് അവർക്ക് മൊബൈലിൽ പകർത്താൻ വേണ്ടി പരിചയപ്പെടുത്താം. എല്ലാവരും വഴി മാറിക്കോളൂ, പുറത്തേക്ക് എടുക്കുകയാണ്. വഴി നിൽക്കല്ലേ, ഇറങ്ങിയല്ലേ. Name King Cobra. Kingdom Animalia. Phylum Chordata. Class Reptalia. Family Elapidae. Genus Ophiofagus. Species Ohanna.
നമ്മളെന്തായാലും ഈ അതിഥിയായിട്ട് വീട്ടിന്റെ ഫ്രണ്ടിൽ ഇവർക്ക് പരിചയപ്പെടാനായി അല്ലെങ്കിൽ ഇവരെ ബാക്കി നമ്മളെ നാട്ടുകാർക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് ഇദ്ദേഹത്തിനെ. അപ്പോൾ നമ്മൾ വീട്ടിന്റെ മുന്നിൽ കുറച്ച് സ്ഥലം ഉണ്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. രാജവെമ്പാല പേരുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും മറ്റു പാമ്പുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വർഗമാണ് രാജവെമ്പാല, കിങ് കോബ്ര. രാജവെമ്പാലകൾ മനുഷ്യ മനസ്സുകളിൽ എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പു തന്നെ. ഇവയുടെ വെനം മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. രാജനാഗം, കൃഷ്ണനാഗം, കരിനാഗം, ശംഖുമാല എന്നീ പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. മൂർഖൻ പാമ്പുകളുടെ വർഗത്തിൽപ്പെട്ടവയാണ് ഇവയെങ്കിലും മൂർഖനിൽ നിന്ന് വ്യത്യസ്തമായ ഘടനാരീതിയാണ് ഇവയ്ക്കുള്ളത്. ഫണം മൂർഖൻ പാമ്പുകളെ പോലെ വട്ടത്തിൽ ആയിരിക്കുകയില്ല, അല്പം നീണ്ടാണ് കാണപ്പെടുന്നത്. ഇവയുടെ അടിഭാഗം ഇളം മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള അകലമുള്ള പട്ടകളായിട്ടായിരിക്കും. ഫണം ഉയർത്തി നിൽക്കുമ്പോൾ ഇവ ദൃശ്യമാണ്. മുതുകിൽ കറുപ്പ് നിറത്തിലുള്ള ചിത്രപ്പണികളോടുകൂടിയ അകലം കൂടിയ പട്ടകളും കാണാം. ഇവയുടെ വായ സാധാരണ തലയോളം വിസ്തീർണം ഉണ്ടായിരിക്കും. അതിനോട് ചേർന്ന് വട്ടത്തിൽ കൃഷ്ണമണികൾ തിളങ്ങുന്നത് കണ്ണുകളിൽ കാണാം. ശരീരത്തിലെ ചെതുമ്പലുകൾ മിനുസമുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇത് കുഞ്ഞൻ അതിഥിയാണ്. കാരണം ഇതേ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേ വീട്ടിൽ നിന്ന് ഞങ്ങൾ 10 വയസ്സിന് മേളിൽ പ്രായമുള്ള ഒരു വലിയ രാജവെമ്പാല പിടികൂടിയിരുന്നു. ഇദ്ദേഹം വെറും 2 വയസ്സ്, കഷ്ടി 2 വയസ്സ് മാത്രം പ്രായമുള്ളത്. ഇതേ കുഞ്ഞു രാജവെമ്പാലയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, വലിയ രാജവെമ്പാല കടിച്ചാൽ ഉടനെ മരണം സംഭവിക്കും. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയുള്ളത് ഇദ്ദേഹം അളന്ന് കടിക്കും. നമ്മളെ പെട്ടെന്ന് ചാടി, ശരീരം ചെറുതായതുകൊണ്ട് ബോഡിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ചാടി പിടിച്ച് കടിക്കാനുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം തീരെ ചെറുതൊന്നുമല്ല. ഇദ്ദേഹത്തിന് ഏകദേശം 8 അടിയിൽ കൂടുതൽ, നോക്കാം 8 അടിയിൽ, ഞാൻ തന്നെ 5 അടി 9 ഇഞ്ചാണ്. ഇതിപ്പോ 8 അടിയിൽ കൂടുതൽ ഏകദേശം 9 അടിയോളം നീളമുള്ള ഒരു കുഞ്ഞു രാജവെമ്പാലയാണ്. ഫീമെയിൽ, പെണ്ണാണ് ഇദ്ദേഹം. ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. കാരണം രാജവെമ്പാലയുടെ കടിയേറ്റാൽ നമുക്ക് മെഡിസിൻ ഇല്ല. കാരണം ചിലപ്പോൾ നമ്മളെപ്പോലുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ചിലർ ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇതിന്റെ കടിയേറ്റില്ല. ഈ രാജവെമ്പാല കുഞ്ഞിന്റെ കടിയേറ്റാൽ പോലും നമുക്ക് അതിജീവിക്കാൻ കഴിയില്ല. ഒരു 5-6 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും. ഇതുവരെ ഇന്ത്യയിൽ രാജവെമ്പാലയുടെ കടിയേറ്റ് മരണപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അവസാനം 2015 10 മാസം 21 തീയതി ബാംഗ്ലൂരിൽ ചെക്കമംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വനാഥ ഭട്ട് എന്നറിയപ്പെടുന്ന 27 വർഷമായി പാമ്പിനെ പിടിച്ച് കൈകാര്യം ചെയ്തിരുന്ന ഒരാളിന് രാജവെമ്പാലയുടെ കടിയേറ്റ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കടിയേറ്റിൽ മെഡിസിൻ ഇല്ല. കഴിവിന്റെ പരമാവധി ഇങ്ങനെയുള്ള സാധനങ്ങൾ പാമ്പുകളെ കണ്ടു കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഒരു വീട്ടിൽ പാമ്പിനെ കണ്ട് ഫോറസ്റ്റിന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ കഴിവിന്റെ പരമാവധി ഞങ്ങളെപ്പോലുള്ളവർ എത്തുന്നത് വരെ നിങ്ങളിതിനെ ആൾക്കാരെ വിളിച്ച് കൂട്ടായിരിക്കാൻ പരമാവധി ശ്രമിക്കുക. കാരണം ഇടിമിന്നലും ക്യാമറയുടെ ഫ്ലാഷും പാമ്പുകൾക്ക് എപ്പോഴും ഭയമാണ്. ഇടിമിന്നൽ ഏറ്റ് കഴിഞ്ഞാൽ പാമ്പുകൾ അഗ്രസീവ് ആകും. അതുപോലെ ക്യാമറയുടെ ഫ്ലാഷ് കാണുമ്പോഴത്തേക്കും പാമ്പുകൾ അഗ്രസീവ് ആകും, പെട്ടെന്ന് കടിക്കും. ജനമുള്ള പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന പാമ്പാണ് രാജവെമ്പാല. ഇതിപ്പോ ഇദ്ദേഹം അവിടെ തേടി വന്നത്, ഇദ്ദേഹം ആ വീട്ടിൽ വരാൻ കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ഭക്ഷണം തേടി വന്നതാണ്. കാരണം അവിടെ എലി ധാരാളമുണ്ട്. അപ്പോൾ എലി ഇവിടെയൊക്കെ പശു വളർത്തുന്ന സ്ഥലമാണ്. പശുവിന് തീറ്റയായി കാലിത്തീറ്റയൊക്കെ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ആ കാലിത്തീറ്റ കഴിക്കാനായി എലി വരുമ്പോൾ ആ എലിയെ പിടിക്കാൻ ചേര വരുമ്പോൾ ആ ചേരയെ പിടിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം അവിടെ വരുന്നത്. ചേര മാത്രമല്ല, മൂർഖനും അണലിയും ശംഖുവരനെയും അതുപോലെ രാജവെമ്പാലയൊക്കെ കഴിക്കുന്നൊരു പ്രത്യേകതയുണ്ട്.
വേറൊരു പ്രത്യേകത ഉള്ളത് പെട്ടെന്ന് കടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. സെക്കൻഡ് വേഗം നോക്കുക, പെട്ടെന്ന്. ഞാൻ ഇദ്ദേഹത്തെ കൂടുതലായിട്ട് കളിപ്പിക്കാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് എൻ്റെ ശരീരത്തിൽ പാമ്പ് കടിയേറ്റാൽ ഇമ്മ്യൂണിറ്റി പവർ അതിനെ അതിജീവിക്കുമ്പോൾ രാജവെമ്പാലയുടെ കടിയേറ്റാൽ 2 മണിക്കൂറെങ്കിലും എനിക്ക് ഭൂമിയിൽ ജീവിക്കേണ്ടത്. കാരണം സയനൈഡിന്റെ ടേസ്റ്റ് ഇതുവരെ ആർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ രാജവെമ്പാല കടിയും അതുപോലെയാണ്, മിനിറ്റുകൾക്കിടയിൽ മരണസമയം. പക്ഷേ എനിക്ക് 2 മണിക്കൂറിനകത്തെ രാജവെമ്പാല കടിയിൽ അതിജീവിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ കളിപ്പിക്കുന്നത്. അത് കണ്ടിട്ട് ഒരിക്കലും ഇത് ഈസിയാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളെ പിടികൂടിയ വ്യക്തിയും വാവ സുരേഷ് തന്നെ. നമുക്കുവേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തി രാജവെമ്പാലകളെ പിടിക്കുന്ന വാവ സുരേഷിന്റെ സാഹസിക ജീവിതത്തിലെ 100ാമത് രാജവെമ്പാലയെ പിടികൂടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. അത് ഒട്ടും വിദൂരമല്ല. ഇദ്ദേഹത്തിന് നമ്മൾ ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് നമ്മളിനി ബുദ്ധിമുട്ടിച്ചാൽ ചിലപ്പോൾ നാട്ടുകാർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഇവരെടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. നമ്മൾ ഈ അതിഥിയെ ചാക്കിലാക്കിയതിന് ശേഷം ഇദ്ദേഹത്തെ നമ്മൾ ഉടനെ തന്നെ ഇദ്ദേഹത്തിന് എവർഗ്രീൻ ഫോറസ്റ്റ് ഉൾക്കാടിൽ ഇദ്ദേഹത്തിനെ റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന്. പക്ഷേ ഒരു പ്രത്യേകത ഉള്ളത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ പിടിക്കുന്ന 94ാമത്തെ രാജവെമ്പാലയാണ്. അത് ഇതേ വീട്ടിൽ നിന്ന് തന്നെ 2 പിടികൂടി. ഇപ്പം നമ്മൾ ഈ 94 എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുന്നേ, അതായത് 2016 4ാം മാസം എനിക്ക് ഒത്തിരി രാജവെമ്പാല പിടികൂടാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ തെന്മല എന്ന് പറഞ്ഞ തെന്മല ഒരു മാസത്തിൽ 9 രാജവെമ്പാല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രാജവെമ്പാല. എനിക്ക് ലോകത്ത് ആർക്ക് ഇത്രയും ഈ ഒരു അവസരം 30 ദിവസം കൊണ്ട് 9 രാജവെമ്പാല പിടിക്കാണ്ട് ആരെങ്കിലും വീട്ടിൽ വളർത്തി അല്ലെങ്കിൽ ഏതെങ്കിലും സ്നേക്ക് പാർക്കിൽ വളർത്തിയിട്ട് കൊണ്ട് തുറന്നു വിട്ടാൽ മാത്രമേ അങ്ങനെ പിടിക്കാൻ കഴിയൂ. പക്ഷേ ഇത് പല മേഖലകളിലാണ്, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ നിന്ന് മാത്രം 9 രാജവെമ്പാലയുടെ ഒരു മാസം പിടികൂടാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ഒരു പ്രത്യേകത, ഈ വീട്ടിൽ തന്നെ 2 രാജവെമ്പാല ചാക്കി കെട്ടി നമ്മൾ കാട്ടിലേക്ക് പോയി ഇതിനെ തുറന്നിടുന്ന 2ാമത്തെ കാര്യം. അതിസാഹസികമായ നിമിഷങ്ങൾക്കൊടുവിൽ രാജവെമ്പാല വാവ സുരേഷിന്റെ കൈകളിൽ ഭദ്രം. നാട്ടുകാരുടെ ഭീതിക്ക് വിരാമമായി. ഇനി ഈ അതിഥിയെ സ്വതന്ത്രമായി പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചയക്കണം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വാവ. ഉൾക്കാട്ടിലെ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത അധ്യായം വരെ കാത്തിരിക്കുക. ഇനിയും ഒരു 3-4 കിലോമീറ്റർ അപ്പുറത്ത് പോയാലേ നല്ല സ്ഥലമുള്ളതെന്നാണ് ഇവരെ വിടാൻ പറ്റിയ സ്ഥലമുള്ളൂ എന്നാണ് ഓഫീസർമാർ പറയുന്നത്. അദ്ദേഹം പോകുന്ന നമുക്ക് കാണാം. അദ്ദേഹം മരച്ചില്ല വഴി കയറി